ആണ്ടിപ്പെട്ടി ഒന്നുമല്ല, ഇത് നമ്മുടെ കേരള എറണാകുളം ജില്ല പെരുമ്പാവൂര് കീഴെന്ന് പറഞ്ഞാൽ ഞാനൊരു പാവം കൃഷിക്കാരനായത് ഇങ്ങനെ കേരളക്കാർക്ക് ഇതുപോലെ നാരകമൊക്കെ ഇതുപോലെ ബൾക്കായിട്ട് കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനക്കാരല്ലേ? അതെ അതെ, എനിക്ക് കുറച്ച് അഭിമാനക്കുറവായിട്ട് തോന്നുന്നത് ഞാനേ ഇത് 1, 2, 3, 4, 5 ഞാനെന്ത് ചെയ്യുന്നു പറയട്ടെ, ഇത് കടകൾ കൊണ്ടുവന്നിട്ട് വേണോ വേണമെന്ന് ചോദിക്കും. അവർ കടക്കാർ ഇത് വലിപ്പം കൂടുതലാ, വേണ്ടാന്ന് പറയാം. അന്നേരം ഞാൻ ഇത് വേണ്ടായിരുന്നു. ചില ഇപ്പൊ എനിക്കിത് ദൈവം സഹായിച്ചിട്ട് ബൾക്ക് ഓർഡർ എല്ലാ ദിവസവും ഉണ്ടാവുന്ന മൊത്തം പോകും. പൗലോസേട്ടൻ പരിചയപ്പെടുത്തിക്കേ. എന്റെ സ്ഥലം എന്ന് വെച്ചാൽ എറണാകുളം ജില്ലയില് പെരുമ്പാവൂര് കീഴിലും, അതായത് MC റോഡിൽ നിന്ന് ഒരു 200 മീറ്റർ കീഴില് പരത്തുവയലില് നേരത്തെ ഒരു നല്ലൊരു ബിസിനസ് ഉണ്ടായിരുന്നു. ബിസിനസ് അന്നും അവിടുന്ന് കൃഷിയിലേക്ക് മാറി. അപ്പൊ ഈ പരത്തുവയലിൽ നിന്നുള്ള വീട്ടുപേര് തന്നെയല്ലേ? വീട്ടുപേര് തന്നെ. ഞങ്ങളെ വീട്ടുകാര് തന്നെ ഹോസ്പിറ്റലുണ്ട്. അല്ല, ഇവിടെ പത്രോസ് വൈദ്യനും. അതെ അതെ, ഞങ്ങളെ വീട്ടുകാര്. എന്ത് ബിസിനസ് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്? എനിക്ക് ക്രഷിംഗ് യൂണിറ്റ്, അതായത് കോറി വിത്ത് ക്രഷിംഗ്. അപ്പൊ അതിനോടുള്ള സാമ്രാജ്യം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ബൽക്കായുള്ള സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം വേർപെട്ട് ഇപ്പൊ കൃഷിയിലേക്ക് മാറിയിരിക്കും. വ്യത്യസ്തമായ ഒട്ടനവധി കൃഷികളുണ്ട് നമ്മുടെ പെരുമ്പാവൂര്. അപ്പൊ ഈ തമിഴ്നാട്ടിൽ കാണുന്നതിനേക്കാളും ഒരു പടി മുന്നിലായിട്ട് ഇവിടെ ഈ നാരകം കൃഷി ചെയ്യാനുള്ള പ്രയോജനം എന്നാ? പ്രചോദനം കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ ഒരു ദിവസം ഫേസ്ബുക്കിൽ കണ്ടതാ. എന്നിട്ട് ഞാൻ അയാളുടെ അടുത്ത് പോയി തൈ വാങ്ങിച്ചു. തൈ വാങ്ങിച്ച് എന്റെ ഒരു രീതി എന്നാ വെച്ചാല്, പുതിയ സംരംഭങ്ങൾ ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യം. അന്ന് അങ്ങനെ അപ്പൊ ഒരു തൈക്ക് 200 രൂപ അവിടെ വില. അങ്ങനെ 70 തൈ വാങ്ങിച്ചു. സാധാരണ നമ്മൾ വെള്ളം കൊടുക്കുന്ന അത് തന്നെ അതെ, ജോന നാരങ്ങ, അത് ചെറുനാരങ്ങ. വെള്ളം കുടിക്കുന്നത്. അതെ 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 അതെ. ഇതിപ്പോ ഒരു 2 ആഴ്ചയാണ് കഴിഞ്ഞ ഇത് പാകാവും. ഇത് നല്ല ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നല്ല നീരുണ്ട്. നല്ല നീര്, നല്ല ടേസ്റ്റ്. ഇത് അച്ചാറിടാനൊക്കെ നല്ല ടേസ്റ്റാ. ഓക്കെ, ഇത് 1 ഏക്കർ സ്ഥലത്തിൽ എത്ര കൃഷി ചെയ്യാം? 1 ഏക്കർ സ്ഥലത്ത് ഇതിപ്പോ 40 സെന്റ് ഉണ്ട്. 40 സെന്റിൽ 70 എണ്ണം. അപ്പൊ ഒരു 7 14 160 എണ്ണം, 150 എണ്ണം. അത് അധികമല്ല, 150 എണ്ണം അധികമല്ല. ഇപ്പം ഒരു 100 140 150 വരുവാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ അകൽച്ച വേണം. ഇത് എത്ര വർഷം കായ്ച്ചു? ഇത് 2ാം വർഷം കായ്ച്ചു. ഇത് ലെയറിങ് തയ്യാ. 2ാം വർഷം കായ്ച്ചു. ലെയറിങ് ഞാൻ ഇവിടെ ലെയറിങ് കാണിച്ചിട്ടുണ്ട്. വാ, ഇതാണ് ലെയറിങ്. നിസ്സാര പണിയുള്ളൂ. മുറിവുണ്ടാക്കിയിട്ട് അല്ല, അതിന് ഒരു കെമിക്കലുണ്ട്. ആ കെമിക്കൽ വെച്ചിട്ട് ഇതിനകത്ത് ചകിരിച്ചോറാ. ഈ ചകിരിച്ചോറ് ഈ പാക്കറ്റിൽ നിറച്ചിട്ട് ഇവിടത്തെ തൊലി ഇങ്ങനെ കളയും. ഒരു 1.5 ഇഞ്ച് തൊലി കളഞ്ഞിട്ട് ഇത് കയറ്റി വെച്ച് കെട്ടുക. നമ്മള് വേര് പിടിപ്പിച്ച അടുത്ത തൈ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്നിട്ട് ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്യും. എന്നിട്ട് ഓൾറെഡി അത് കൊണ്ട് നാട്ടിൽ കഴിയുമ്പോൾ ആരംഭിക്കും. അതാ ഈ 2ാം വർഷം കായ്ക്കാൻ കാരണം ഇതാ. ഇതിനകത്ത് ഇപ്പൊ ഓൾറെഡി ഇതെല്ലാം കായ്ച്ച മരമല്ലേ. അതിന്റെ ഇനിയിപ്പോ ഇതിനകത്ത് വേണമെങ്കിൽ ഒരു 20 25 തൈ പിടിപ്പിക്കാനുള്ള ഏകദേശം ഒരു 10 തൈ മേടിച്ച് നമ്മള് ചെറിയ പാത്തിക്ക് അത് ഏൽപ്പിച്ച് അതിൽ നിന്ന് തന്നെ ലെയറിങ് ചെയ്ത് പിറ്റത്തെ കൊല്ലം 100 തൈ ഉണ്ടാക്കി വിഷയമില്ല. ഇതിന്റെ വളപ്രയോഗം എങ്ങനെയാ? വളപ്രയോഗം ഞാൻ പറയുന്നത് ആട്ടുംകാട്ടും മാത്രമേ, രാസവളം ഇട്ടിട്ടേ ഇല്ല. ഇതിന് വേറൊരു പൊട്ടാഷ് കൊടുക്കാറുണ്ടോ? പൊട്ടാഷ് ഒരു പ്രാവശ്യം കൊടുത്തോളൂ ഇതുവരെ. വേണം. പിന്നെ രോഗകീടങ്ങൾ എങ്ങനെയാ? രോഗകീടങ്ങളെ ഇതിനൊരു ഫംഗസ് പോലത്തെ ഒരു വെളുത്ത ചെറിയ പ്രാണിയുണ്ട്. അതിന് ഞാൻ ഒരു 8 പ്രാവശ്യം അത് കഴിഞ്ഞ പിന്നെ അതിന്റെ മുട്ട ഇടുന്നത് ഇതിന്റെ പുറകിലാണ്. ഇത് പൊട്ടി വളർന്നിട്ട് അത് വീണ്ടും ഇപ്പൊ ഞാനിത് 8ാമത്തെ പ്രാവശ്യം മരുന്നടിച്ചു കഴിഞ്ഞു. ഇതാണ് എന്റെ ഏറ്റവും വലിയ. പിന്നെ ഇതിന് കൂമ്പ് ഇത് വരാൻ വേണ്ടിട്ട് കൂമ്പ് തിന്ന് അതിനും വേണ്ടിട്ട് ഒരു ഇത് അടിക്കുന്നുണ്ട്. അതെ, കൂമ്പ് തന്നെ. അതെ. അപ്പൊ അതിനും ഞാൻ അതെ ഇതിന്റെ മുട്ട കണ്ടോ? അതേപോലെ അതെല്ലാം മരിച്ചു ചത്തതിന്റെ മുട്ട വിരിഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ അതിന് ഒരു 8 പ്രാവശ്യം മരുന്നടിച്ചപ്പോഴാണ് ഇത് മാറി. അതിനകത്ത് ഈ വേപ്പെണ്ണയും
സോപ്പ് ലായനിയും സോപ്പ് ലായനി സോപ്പിൽ കലക്കിയിട്ട് വേപ്പെണ്ണയും സോപ്പ് ലായനിയും. അതാണല്ലോ ഇപ്പൊ ഈ കടകളിൽ നിന്ന് കിട്ടുന്ന രാസവസ്തുക്കളെക്കാളും എല്ലാം വെച്ചാൽ അവസാനം വേപ്പെണ്ണയും സോപ്പ് ലായനി. വേപ്പെണ്ണ ഭയങ്കര ഏറ്റവും ക്വാളിറ്റി ഉള്ളത് 100 ml 70 രൂപ. വേപ്പെണ്ണയുടെ ക്വാളിറ്റി നന്നായിട്ടിരിക്കണം. അത് അതിനകത്ത് കലക്കിയിട്ട് അടിച്ച. അപ്പൊ ഇത് 2ാം വർഷം നമുക്ക് ഒരു കാഫലത്തിലേക്ക് വന്ന് പറിക്കാൻ തുടങ്ങി. എന്ത് കിട്ടും? എനിക്കിപ്പോ ഈ ഇത്രയും മരത്തിൽ നിന്ന് ഈ വർഷം ഒരു 500 കിലോയുടെ അടുത്തായി. ഒരു മരത്തിൽ നിന്നോ? അല്ല, ഇത്രയും തോട്ടത്തിൽ നിന്ന്. അതെ, 70 മരത്തിൽ. 70 മരത്തിൽ നിന്ന്. അപ്പൊ ഏകദേശം ഇതിന്റെ വേറൊരു 8 കിലോ വെച്ച് വരുന്നുണ്ടല്ലോ. അതെ, 8 കിലോ വെച്ച് വരുമ്പോ എന്ത് വിലക്ക് പോകുന്നുണ്ട്? അത് ആദ്യമൊക്കെ എനിക്ക് ഇത് വളരെ വലിപ്പം കൂടിയ, ഞാൻ ആ വലിപ്പം നമ്മുടെ ഓറഞ്ചിന്റെ അത്രയും വലിപ്പമുള്ള നാരങ്ങ ആദ്യം ഉണ്ടായത്. അതിവിടെ ഒന്നും ലോക്കൽ ചെലവാകില്ലായിരുന്നു. എന്നിട്ട് ഞാൻ അതിവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, ഒരു സൊസൈറ്റി മാർക്കറ്റ്. അവിടെ ചെന്നിട്ട് കുറച്ച് പേർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. ഇത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഈ വലുതായത് കാരണം കൊണ്ട് ഇത് ചെറുതാക്കാൻ ഞാൻ വിചാരിച്ചാവൂല്ലോ. അപ്പൊ എല്ലാരും എന്നെ കടകളിൽ ചോദിച്ചു വയ്ക്കുമ്പോ അവർക്ക് ആർക്കും വേണ്ട. ഇത്ര വലുതായത് കാരണം കൊണ്ട് ഈ അങ്ങനെ നമുക്ക് ആ ഞെക്കി പിഴിഞ്ഞെടുക്കുമ്പോ അതിനകത്ത് ഇറങ്ങൂല. അങ്ങനെ എന്നിട്ട് പിന്നെ ഞാനിത് പിന്നെ അതങ്ങ് അപ്പോഴത്തേക്കും വേനൽ കടിച്ചു 240 രൂപ ഒക്കെ കിലോയ്ക്ക് വില വന്നു. പക്ഷെ എനിക്ക് കിട്ടിയത് 160 രൂപയൊക്കെ വന്നോളൂ ഈ കടകളിൽ വെച്ച്. സീസൺ അനുസരിച്ച് പോവുകയാണെങ്കിൽ 100 രൂപ വെച്ച് കിട്ടുന്നു. 100 രൂപ ഇപ്പൊ സീസണില് 70 രൂപയൊക്കെ ഒരു കിലോയ്ക്ക് വില. പക്ഷെ ഞാൻ വേറൊരു കമ്പനി ഓഫ് സീസണ് ഒരു കമ്പനിയായിട്ട് ഒരു എഗ്രിമെന്റ് ആയി. വരുത്ത ഒരു വർഷത്തേക്ക് 100 രൂപയ്ക്ക് കൂടിയാലും കുറഞ്ഞാലും ഞാൻ ആ മൊത്തം. അപ്പൊ ഒരു ചെടിയെന്ന് 8 കിലോ 7 കിലോ ഒരു 10-700 കിലോ കിട്ടും. ഇപ്പൊ അതേ ഈ ഒരു അടുത്ത ചൊവ്വാഴ്ച പറിക്കാറായിട്ടുണ്ട് കുറെ. അത് ഞാൻ പറിച്ചു. 800 രൂപ വെച്ച ഒരു ചെടിയെന്ന് കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. വേറെ ഇയർ കിട്ടും. ഓക്കെ, അതിന് മുന്നോട്ട് വർദ്ധിക്കുകയുള്ളൂ. അതിന് കൂടുതൽ പോകാനാ സാധ്യതയുള്ളൂ. വേറെ പണികളോ കാര്യങ്ങളോ ഒന്നും അധികം ഇല്ല. വലിയ പണികളില്ല. മാർക്കറ്റിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ദൈവം സഹായിച്ചേ ആ 100 രൂപ നമുക്ക് ഉണ്ടാകാത്ത കുഴപ്പമുള്ളൂ. അയാൾക്ക് അയാളുടെ ഇതനുസരിച്ച് റിപ്പോർട്ട് അനുസരിച്ച് ഒരു ദിവസം ഒരാഴ്ചയില് 500 കിലോ നാരങ്ങ വേണം. എനിക്ക് അത്രയും കൊടുക്കാൻ പറ്റണില്ല. നല്ലോണം വെള്ളം വേണം. നല്ല വെള്ളം വേണം. വെള്ളം. അപ്പൊ കണ്ടം പിടിച്ച് ചതപ്പ് പിടിച്ച് കിടക്കുന്ന കൃഷികളിൽ ചെയ്യാവുന്ന ഒരു കൃഷിയാണ് കൃഷി. നന്നായിട്ട് കാന എടുത്താൽ മതി. കാന എടുത്ത് ചെയ്യാവുന്ന. ഒരു കാലത്തും വെള്ളം നിൽക്കരുത്, കെട്ടി നിൽക്കരുത്. ലെയറിംഗ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ തന്നെ കായ് ആരംഭിച്ചു. കർഷകർ സെക്കൻഡ് ഇയർ കിട്ടിയാൽ മതി. ഒരു പണിമുടക്കുമില്ല. ഇത് വാവല് കൊണ്ടുപോകും അങ്ങനെയൊന്നുമില്ല. തമിഴ്നാട്ടിലെ കൃഷി വിജയിച്ചു. അപ്പൊ തമിഴ്നാടുകാർക്ക് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മള് മലയാളീസ് ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ തുണ്ടുഭൂമികൾ വെള്ളപ്പറ്റായിട്ട് ചതിപ്പായിട്ട് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലുള്ള ചെറിയ കൃഷികൾ കണ്ടു മനസ്സിലാക്കി ഒരു നാരകോ 2 നാരകോ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഭരിച്ചു പറിച്ച് ഒരു കടയിൽ കൊണ്ടേക്ക് കൊടുത്തു. ഒരു 2 കിലോ ഉണ്ടായിരുന്നു, 3 കിലോ ഉണ്ടായിരുന്നു, 300 രൂപ കൈ കിട്ടിക്കഴിഞ്ഞു ഒന്നും അറിയാതെ. അതും ഇപ്പൊ 70 രൂപ വിലയുണ്ട് മാർക്കറ്റില്. 70 രൂപ വിലയുണ്ട്. ഇതിലൂടെ വേസ്റ്റ് ആയിട്ട്, ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ആയിട്ട് കിടന്ന ബോധം പിടിപ്പിച്ചിടാവുന്ന സ്ഥലമാണ്. അതെ ബോധം പിടിപ്പിച്ച് വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന കാന പോലെ ചവിട്ടിയ താഴാത്ത സ്ഥലമാണ്. പക്ഷെ അവിടെ 40 സെന്റിന്ന് 40 സെന്റ് ഇവിടെ ഉള്ളു. ഇത്രേ ഉള്ളു. കാര്യങ്ങൾ അങ്ങനെ വല്ല അടിക്കണോ? ഇല്ല, തുളസി അടിക്കില്ല. ഇല്ല. ഈ കാണുന്ന അത് ഞാൻ നാളെ പറഞ്ഞില്ലേ, മറ്റേ ഫംഗസിന് അടിച്ചില്ലേ? അതെ. വേപ്പെണ്ണ കൂട്ടി അടിച്ചതാ. അതെ, സോപ്പും വേപ്പെണ്ണയും കൂടെയാ. ഓർമ്മയില്ല, മറയൂര് കാന്തല്ലൂര് ഭാഗത്ത് മാത്രമാണ് കേരളത്തിൽ നാരക കൃഷിയുള്ളൂ. അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്ന. ഈ പെരുമ്പാവൂര് ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചൂടിന്റെ ഒരു കേന്ദ്രത്തിലൂടെ അടുത്തോണ്ടിരിക്കുന്ന ജനങ്ങളായി കേരളത്തെ സംബന്ധിച്ച്. അപ്പൊ അവിടെ ഇത്രയും വിജയകരമായിട്ട്, ഇത്ര മനോഹരമായിട്ട് ഇതുപോലെ വരുമാനം ഇതിൽ നിന്നുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ഇത് കണ്ടോ, ഇത് പാകമായത് ഒരു 3 ദിവസം കരയിലിരിക്കുമ്പോ നമ്മൾ ഈ കളർ വരും. നല്ല മഞ്ഞ കളർ വരും. ഇത് പൊഴിഞ്ഞു പോയതാണോ? അല്ല, തന്നെ പൊഴുത്ത് വീഴുന്ന ആ പരുവത്തിന് താഴെ വീഴും. ഒരു പരിധി കഴിയുമ്പം അത് തന്നെ വീഴും. തന്നെ വീഴുള്ളൂ. കഴിക്കുന്ന ടൈം എപ്പോഴും ഒരു സീസൺ ഉണ്ടല്ലോ. ഓൾ സീസൺ ആണോ അതെയോ? ഓൾ സീസണാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കായ ഉണ്ടായത്. എനിക്ക് അനുഭവം ഏറ്റവും കൂടുതൽ കായ്ച്ചു വരുന്നത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ജനത്തിന് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് എനിക്ക് കിട്ടിയത്. അത് നേട്ടം നല്ല ടോപ്പ്, നല്ല വില കിട്ടും. നല്ല വില കിട്ടി. എനിക്ക് ക്വാളിറ്റി ഉള്ളതും കിട്ടി.
അപ്പൊ ആദ്യമൊക്കെ ഇത് എനിക്ക് വിൽക്കാൻ ബുദ്ധിമുട്ടായി, വലിപ്പം ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഇത് നാരങ്ങയാണോ ചെറുനാരങ്ങയാണോ ഓറഞ്ച് ആണോ എന്ന് അറിയില്ല. അപ്പൊ പിന്നെ ഒരു 4 പ്രാവശ്യം ഞാൻ മാർക്കറ്റിൽ കൊണ്ടുവച്ചു. ആദ്യമൊക്കെ 70, ആദ്യം 50 കിട്ടിയത്, പിന്നെ 70, പിന്നെ അങ്ങ് കൂടി വന്ന ആവശ്യക്കാർ ഇത് 160 വരെ വില കിട്ടി. അന്ന് മാർക്കറ്റില് പൊതു മാർക്കറ്റില് 240 രൂപ വിലയായിരുന്നു. ഞാൻ അവർക്ക് ശരിക്കും പറഞ്ഞാൽ 365 ദിവസവും കായുണ്ട്. ഓൾ സീസൺ ആണ്. അതെ അതെ. അതിൽ കായ്ക്ക് കൂടുതൽ വരുന്ന സാധാരണ പുഷ്പിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ. ഇപ്പൊ ഉണ്ടായി കിടക്കുന്നുണ്ടോ? ഇപ്പൊ ഈ ഉണ്ടായി കിടക്കുന്ന ഇതെല്ലാം പാകമായിട്ട് തന്നെ വീണ് കിടക്കുന്ന ഇതെല്ലാം. ഇതിപ്പോ വരുന്ന ആഴ്ച, ഇപ്പൊ ഇത് വരുന്ന നാളെ ശനിയാഴ്ച ഇത് പറിക്കും. നാളെ പറിക്കും. നാളെ പറിച്ചാല് ഞായറാഴ്ച അവര് വന്ന് കൊണ്ടുപോകും. ഇതിന്റെ വിളവെടുപ്പ് എങ്ങനെയാണ്? ഞാൻ കാണിച്ചു തരാം. ഇതേ ഈ കളർ വന്നതെല്ലാം അതെ ഇത് ആ കിടക്കുന്നൊക്കെ ആയത്, ഇതൊക്കെ ആയത് ഗ്രീനിന്റെ ആ കടുപ്പം പോയിട്ട് എല്ലാവരും. അതെ അങ്ങനെ വരും. ദിവസവും വിളവെടുക്കണം, അത് ആഴ്ചയിലാണോ? ആഴ്ചയിൽ ഒരിക്കൽ എടുക്കും. അതായത് നമ്മൾ മാങ്ങ പഴുത്ത് വീഴുന്ന മാതിരി ഇത് പഴുത്ത് തന്നെ കുറെ വീഴും. അവിടെ ഇപ്പൊ ഒത്തിരി അകലത്തിൽ കേടൊന്നും പറ്റൂല. അത് പറക്കി കൊണ്ടുവന്ന ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല മഞ്ഞ കളർ വരും. നമ്മള് കൊണ്ടുപോകുന്ന അല്ല, കൊടുക്കാൻ കൊണ്ടുപോകുന്നതിന് പിറ്റേ ദിവസം കളക്ട് ചെയ്യും. അതിപ്പോ ഒരാഴ്ച മുമ്പ് കളക്ട് ചെയ്താലും അവിടെ ഇരുന്നോളും. നമ്മൾ അതിനകത്ത് ഒരു പാത്രത്തിൽ ഒന്നും കാര്യമില്ല. അങ്ങനെ അത് വന്ന അയാള് ആഴ്ചയിൽ ഒരിക്കൽ, ഞായറാഴ്ച മിക്കവാറും വൈകുന്നേരം. ശനിയാഴ്ച ഞായറാഴ്ച കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ബുധനാഴ്ച വ്യാഴാഴ്ച പറയും. ഞങ്ങൾ അങ്ങനെ പറിക്കാറില്ല. ഈ ശനിയാഴ്ച രാവിലെ വൈകുന്നേരം പറിക്കും. അല്ല ഉച്ച കഴിഞ്ഞിട്ട് ഒരു 2 പേര് വരുവാണെങ്കിൽ എല്ലാത്തിന്റെയും താഴെ കിടക്കുന്ന മൂത്തത് നോക്കി പറിക്കുക. അപ്പൊ ചിലപ്പോ ഒരു 50 കിലോ. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തപ്പോ കൊക്കോ വല കൊണ്ടു നടക്കാം. അതെ കഴിഞ്ഞ പ്രാവശ്യം പറിച്ചപ്പോ 125 കിലോ ഉണ്ടായിരുന്നു. ആഴ്ച വരുമാനം അല്ല, ഒരാഴ്ച മാത്രമേ അങ്ങനെ കിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഒരു 70, 60 ഒക്കെ കിട്ടുള്ളൂ. ഇനിയിപ്പോ ഇത് ഈ പ്രാവശ്യം പറിക്കുകയാണെങ്കിൽ ഒരു 50 കിലോ ഒക്കെ കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നണേ കണ്ടിട്ട്. നാരക കൃഷിക്ക് വെട്ടം ശരിക്കും വേണം, ചോല പാടില്ല. തേക്കൊക്കെ നിർത്തിയാക്കുന്നു. അത് കളയാനൊരു മടിയായത് കണ്ട് എന്നാലും അതിന്റെ കൊമ്പ് ഇറക്കി നിർത്തിയിട്ടുണ്ട്. വലിയ ഇതില്ല. കൂടുതൽ ദൂഷ്യം ചെയ്യുന്ന കണ്ട അത് മറിക്കും. അങ്ങനെ റംബൂട്ടാൻ കൃഷി പോലെ മറ്റു കൃഷികൾ പോലെയും നമുക്ക് ഇത് കാവലം തരുന്ന കാരണം വെളിച്ചം അതുപോലെ ഉണ്ടായിരിക്കും. അത് എല്ലാ കൃഷിക്കും അങ്ങനെ തന്നെയാണ്. ചോല വേറൊന്നിന്റെ ചോല അതിന് പറ്റിയ. ഇത് എത്ര അടി അകലോ വേണ്ട ചെടി തമ്മില്? ഇതിന് 15 അടിയായി, ഒരു 20 അടി വേണം. അത് നല്ലത്. ഞാനിപ്പോ അടുത്ത് പോയെങ്കിൽ നമുക്ക് അതുപോലെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഞാനിതെല്ലാം പ്രൂൺ ചെയ്യുമ്പോൾ ഇതുപോലെ വീണ്ടും അതുപോലെ തന്നെ ഈ റംബൂട്ടാൻ കായ്ക്കുന്ന മാതിരി തന്നെ കായ്ക്കും. അല്ല, ഒരു കുറച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലെയർ വെച്ചൊക്കെ ഒതുക്കാലോ. പരിധി ഉണ്ടല്ലോ. പിന്നെ നമ്മള് സമയമുള്ളപ്പോ മാത്രമൊക്കെ ചെയ്യുള്ളൂ. പിന്നെ അത്ര അങ്ങനെ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല ലെയറിങ്. പ്രൂൺ ചെയ്ത് ഒതുക്കാം. അടുത്ത് പോയെങ്കിൽ എങ്കിലും ഒരു മിനിമം 20 അടി വേണം. അതെ 20 അടിയാണ് നല്ലത്. 20 അടി. നാരകം എന്ന് പറഞ്ഞാൽ അത്ര സുഖമായ കേസല്ല, മുള്ളുണ്ടല്ലോ. അപ്പൊ ഈ ഉള്ളിക്കൊടിയൊക്കെ കിടക്കുന്ന എങ്ങനെയാ ഉള്ളോട്ട് പൊഴിഞ്ഞു പോയിരിക്കുന്നതൊക്കെ? ഞാനതെ ഒരു നമ്മുടെ അതായത് ഒരു സ്പൂൺ, വലിയ സ്പൂൺ കയ്യില് നമ്മുടെ ചോറ് കോരുന്ന കയ്യില് തവി ആ തവി ഒരു കമ്പയില് വെച്ച് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തോണ്ടി എടുക്കും. അതായത് ഉള്ളിൽ കിടക്കുന്ന കാ കട്ട് ചെയ്തെടുക്കുന്ന എങ്ങനെയാ? കട്ട് ചെയ്യേണ്ട, അത് നമ്മൾ ആ തോട്ടി കൊണ്ട് ഇങ്ങോട്ട് വലിച്ചെടുത്താലേ അത് മൂപ്പായത് എല്ലാം ഇങ്ങോട്ട് പൊഴിഞ്ഞു പോരും. മൂപ്പാവാത്ത അത് ആ തോട്ടി ആ തവി കൊണ്ട് നമ്മൾ അതേ ചെന്ന് ഇങ്ങോട്ട് ശക്തമായിട്ട് പുഷ് ചെയ്താൽ ഇങ്ങനെ പോരും. അതോ ഇങ്ങനത്തെ വല്ല കൊളുത്തു പോലെ? ഒന്നുമില്ല, ഞാൻ ഇപ്പൊ എടുക്കുന്നത്. പിന്നെ അത് ഈ മൂപ്പായത് അങ്ങനെ പോരുള്ളൂ. അത് മതി നമുക്ക്. മൂപ്പായത് എടുത്താൽ ഈ ബാക്കിയെല്ലാം തന്നെ അധികവും ഈ സൈഡിൽ കൂടെ ഉണ്ടാകുന്നത്. അത് വളരെ 1-2 ഒക്കെ ഓരോ മരത്തെ ഉണ്ടാവും. അത് മൂപ്പായിട്ടുണ്ടെങ്കിൽ തോട്ടിക്ക് ലെയർ ചെയ്തിരിക്കുന്നതല്ലേ? അതെ. ഇത് ഈ കെട്ടിരിക്കുന്നത് ഇത് ഇങ്ങനെയായിട്ട് മേടിക്കുകയാണോ അതെയോ? അല്ല, ഇതേ ഈ ഒരു നമ്മൾ പ്ലാസ്റ്റിക് കവർ ഈ വലിപ്പത്തിൽ വാങ്ങിച്ചിട്ട് നമുക്ക് ഈ കട്ടയായിട്ടുള്ള കിട്ടും. അത് നമ്മൾ പൊടിച്ച് വെള്ളത്തിലിട്ടിട്ട് ഇതിനകത്ത് നിറയ്ക്കും. അതെ, ചേർത്ത് വരും. എന്നിട്ട് ഈ പാക്കറ്റിലേക്ക് നിറച്ചിട്ട് നമ്മൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇത് പതുക്കെ വട്ടം കീറി കഴിയുമ്പോൾ ഇതിനകത്ത് നമ്മൾ ആ മരത്തിൻ്റെ ഇത് ഇങ്ങനെ വെച്ചിട്ട്
ഇങ്ങനെ വെച്ചിട്ട് വട്ടം ഒരു ശകലം തൊലി കളഞ്ഞാൽ മതി. വട്ടം കളയണ്ടേ? മൊത്തം കളയണം. മൊത്തം. എന്നിട്ട് ആ മരുന്ന് ഇവിടെ പുരട്ടും. എന്നിട്ട് ഇത് വെച്ച് തമ്മിൽ ഒന്ന് കെട്ടും. രാത്രി കയറ്റി അമ്മ കെട്ടി വെക്കും. അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്ന ഇത്. വെള്ളം ഇറങ്ങാൻ പാടില്ല. അന്നാ മഴ വേണം താനും. ആണല്ലേ? വെള്ളം ഇറങ്ങും. ഇത് ഈ ഇത്തേക്കടെ വെള്ളം ഇറങ്ങി വരും. ഇതിയുടെ ഇത്തേക്കടെ വെള്ളം ഇറങ്ങി വരും. അതിനാവശ്യത്തിന് വെള്ളം വരും. 25 to 30 ദിവസത്തിനുള്ളിൽ പിടിച്ചില്ലെങ്കിൽ മണ്ട ഉണങ്ങി പോയിരിക്കും. ഇല്ല, അത് തന്നെ പിടിക്കും. അല്ല, ഇത് വേറെ ഇറങ്ങിയില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും അല്ലേ? അത് നമ്മളത് പിന്നെ വേണ്ട, അത് മാറ്റി കളഞ്ഞിട്ട് വേറെ മരത്തിലേക്ക് പിടിക്കും, വേറെ കൊമ്പേ പിടിക്കും. ഇങ്ങനെ ഈ വ്യത്യസ്തമായിട്ട് ഈ നാര കൃഷി ചെയ്യാനുള്ള പ്രചോദനം എന്നാ? അത് ഞാൻ ഒരു ദിവസം ഒരു ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടപ്പോ ഇതുപോലെ ഇങ്ങനെ കൊല കുത്തി കിടക്കണ കണ്ടപ്പോ എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നി അതിനോട്. അപ്പൊ ഇങ്ങനെ ഈ സ്ഥലത്ത് ഞാൻ അടക്കാമരം വെക്കാനായിട്ട് ഇങ്ങനെ അതെ നല്ലത്. അപ്പൊ അടക്കാമരം വെക്കാനായിട്ട് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്നാ ശരി അങ്ങനെ തന്നെ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ച് 200 രൂപ ഒരു 14,000 രൂപ കൊടുത്ത് അയാൾ 70 എണ്ണം വാങ്ങിച്ചിട്ട് എനിക്ക് വിലയൊന്നും കുറച്ച് തന്നില്ല, ഒരു 5 തൈ കൂടുതൽ വന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ചു. പിന്നെ വലിയ കുഴിയൊന്നും താഴ്ചയില്ല, താഴ്ചാല് വെള്ളം വരും. ഒരടി കുഴി മതി. അതെ അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്ത് വലിയ അവിടെയൊക്കെ വീണ് കിടക്കണുണ്ടോ, അതിന് എല്ലാം കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ടേ കൊടുക്കുള്ളൂ. അതെല്ലാം ഇപ്പൊ പൂക്ക് എല്ലാ സമയത്തും ഇത് പൂവിടും എന്നും ഞാൻ കണ്ടത്. ഞാൻ പിന്നെ ഇതിനെപ്പറ്റി പഠിച്ചു വരും. ഒന്നും ചെയ്തില്ല. ഒരു ഹോർമോണിന്റെ പരിപാടിയില്ല, ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അല്ലാതെ തന്നെ പൂത്തോളും. ഇത് ഇപ്പൊ കണ്ടില്ലേ, ഇതിനകത്ത് ഇതേ പൂവ് വരുന്നുണ്ട്. ഈ എല്ലാ പൂവിലും ഒരേ കായ. ഇതിനകത്ത് ഇതാണ് ഇതിന്റെ പൂവ്. ഇതിനകത്ത് ഓരോന്നിലും ഓരോ കായ ഉണ്ടാവും. ഈ ഓരോ പൂവിനും ഓരോ കായ ഉണ്ടാവും. ഈ പൂവിന്റെ അകത്തുനിന്ന് അല്ലേ? അതെ അത് ഒരു നാരങ്ങ വരുന്നത്. അതിനെല്ലാം ഇതൊരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ തളി ഇതുപോലെ ഈ ഇല മൂത്ത് കഴിയുമ്പോഴത്തേക്കും പൂവിടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.